ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളുകളുടെ ബ്രേക്കിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു നാട്ടിൽ പോക്കിന് ഒരു പ്രത്യേകതയുണ്ട്. കുറച്ചധികം വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനിക്കുന്നതായിരിക്കും. ഞാൻ ഹെസ് ബേബി ഇക്കുവും കൂടിയാണ് കേട്ടോ ഇത്തവണ നാട്ടിൽ പോകുന്നത്. ഇക്കുവിൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ സ്പെഷ്യലായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ഒക്ടോബർ മന്ത് എനിക്ക് സ്പെഷ്യലാണ് കുറച്ചും കൂടി, ബിക്കോസ് ഇക്കുവിൻ്റെ ബർത്ത്ഡേയും വരുന്നുണ്ട് ഈ ഒരു മാസം തന്നെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് അവേ ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ. ഇത്തവണ നമ്മൾ കുറേ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഓടിച്ചാടി പോയി കാണുക കേട്ടോ. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ടാണ് കേട്ടോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഹെസ് ബേബിനെയും കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് വിചാരിച്ച പോലെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ചോദ്യം വേണ്ട കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് കൃത്യസമയത്താണ് പൊങ്ങി പറന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ദുബായിലെ കാഴ്ചകൾ. നാട്ടിലെത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ഈ ഒരു ബഗ്ഗി റൈഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹെസ് ബേബി തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വാപ്പാനെയും ഉമ്മനെയും ഇത്ര പെട്ടെന്ന് വന്ന് കാണും എന്നുള്ളത്. ഞാൻ 2-3 days ആയിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ പോകാമെന്ന്. ബട്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.